എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കൊടകിലെ ശാന്തളി ഗാവിലാണ്. അപ്പം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അതിന്റെ പാർക്കിങ്ങിലായിരുന്നു നമ്മൾ ഇന്നലെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് കിടന്നുറങ്ങിയത്. നല്ല തണുപ്പായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. രാവിലെ തണുപ്പുണ്ട്, നല്ല കാറ്റുമുണ്ട്. ഇന്നലെ തണുപ്പ് കാരണം ചെറുതായിട്ടൊന്നും ജനറേറ്റർ ഓൺ ആക്കി, പക്ഷേ AC ഇടുന്ന ആവശ്യം വന്നില്ല, ഓഫാക്കി. അതുപോലെ തണുപ്പായിരുന്നു. ശാന്തളി ഗ്രാമമാണത് ആ കാണുന്നത്. നല്ല രസമില്ലേ കാണാനായിട്ട്, അങ്ങോട്ട് നോക്കുമ്പോ വഴിയൊക്കെ. ഞാൻ ഇവിടുന്ന് പിന്നെ ഒരു 15 കിലോമീറ്റർ വണ്ടി കണ്ടിട്ട് ഞാൻ വന്നു. ബാക്കിൽ നിന്ന് കണ്ടുവല്ലേ. ഞാൻ നമ്മുടെ വീഡിയോസ് അത് ഇതെല്ലാം നോക്കിക്കൊണ്ടു. ഇങ്ങോട്ട് എവിടെ വന്നത് സാർ? ഞങ്ങള് ധർമ്മസ്ഥലയൊക്കെ പോകാൻ വേണ്ടി. ചേച്ചി അവള് വന്നില്ല. ഞാൻ മൂന്നല്ല, രണ്ടുപേരുണ്ട്. ഉണ്ട്. സൂര്യ ഉണ്ട്. ഞാൻ അത് നോക്കിക്കൊണ്ട് ചേട്ടന്മാര് രണ്ടുപേരും സമയത്ത് ഞാൻ നോക്കിക്കൊണ്ട് തന്നെ ഉണ്ടാവും. പേര് മനീഷ. മനീഷ്. ಇವರೆಲ್ಲ ಸೇರ್ಕೊಂಡೆ, ಅಣ್ಣ ತಮ್ಮ ಮಿಸ್ಸಸ್ಸು ಮಗಳು ಇವರೇ ಡ್ರೈವರ್ಸ್. ಕನ್ನಡ നല്ല സാമ്യല്ലേ മലയാളമായിട്ട്? ಕನ್ನಡ ಬರುತ್ತಲ್ಲ, ಕನ್ನಡ ಸ್ವಲ್ಪ മനസ്സിലായി. അതെ, മനസ്സിലായി. മൈൻ ഡ്രൈവർ വരാൻ താമസിച്ചുകൊണ്ട് അടുത്ത ആള് വണ്ടി എടുക്കാൻ തുടങ്ങുമായിരുന്നു. കൂട്ടിയിട്ട് തീരണ്ട കയറാനായിട്ട്. എന്നാ പിന്നെ പോകുന്ന വഴിക്ക് അതെ, നമ്മള് നാച്ചുറലി ബ്യൂട്ടിയാണ്. പിന്നെന്തിനാ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിയിടുന്നത്? മുടിയൊക്കെ ചെയ്യണ്ടേ? മുടിയൊക്കെ ചീവി കെട്ടുന്നതിന് കുട്ടിന്ന് പറയാൻ പറ്റുമോ? മുടിയൊക്കെ ചെയ്വി കെട്ടിത്തിരി ലിപ്സ്റ്റിക് കിട്ടുന്നതിന് ഇതുണ്ടോ? ഒന്നുമില്ല. ഇതുണ്ടാ വേണേ, ഒന്നുമില്ല. കണ്ട അതിലൊന്നും ഒന്നുമില്ല. രാവിലെ പോണെന്ന് ഓർത്താ 7 മണിക്ക്. മെയിൻ ഡ്രൈവർക്ക് ഭയങ്കര താമസമാണ്. മെയിൻ ഡ്രൈവറാ? നിങ്ങളെല്ലാരും ലേറ്റ് ആയത്. എല്ലാരും വന്നിട്ടേ ചേച്ചി എന്തിയെ മുത്ത് എന്തിയെന്നാ ചോദിക്കുന്നത്. ഇപ്പൊ വന്ന് നമ്മുടെ ഫാമിലി മെമ്പർ ദേവിക എന്തിയെന്നാ ചോദിച്ചത്. മനേഷ് ഭായി ദേവി എന്തിയെന്ന്. അതെ, ഞാനും ശ്രദ്ധിച്ചു. അല്ലെ എല്ലാവർക്കും മുത്തൊന്നല്ല അറിയുന്നത്. ഇപ്പൊ ദേവിക എന്തിയെന്ന് ചോദിച്ചു, ഞാനും ഓർത്തു. മല്ലാലി ഫോൾസ് ഒരു 12 കിലോമീറ്റർ ഉണ്ട്. പുഷ്പഗിരി 14 കിലോമീറ്റർ. വഴി നല്ല കയറ്റവർക്കവും വളവും തിരിവും ഒക്കെയാണ്. അപ്പൊ പുത്തൻ ട്രാവലോഗിന്റെ കർണാടകയിലെ വെസ്റ്റേൺ ഗാറ്റ്സിനോടുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ തോട്ടപ്പുഴ ഉണ്ടായിരുന്നു കേട്ടോ, അമ്പലത്തിന്റെ അടുത്ത്. കോൺക്രീറ്റ് കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ഇത്ര നീളമുണ്ട് ഓരോ. ഞാൻ കാലൊന്നും നോക്കിയില്ല, കയറിയില്ല. പക്ഷെ പെട്ടെന്ന് വന്ന് കടിക്കുന്ന സൈസ് എല്ലാം തോന്നുന്നു. അല്ലെങ്കിൽ അവിടെ ഉണ്ടായാലും ഇന്നലെ വൈകിട്ടൊക്കെ ആയില്ലേ നടന്നല്ലേ? എനിക്ക് വന്നേ മണമടിച്ചങ്ങാണ്ട് വന്നതാ. അന്നേരത്തേനെ വെയിലും തെളിഞ്ഞ് കോൺക്രീറ്റ് എല്ലാം ആയിപ്പോയി, ചൂടായിപ്പോയില്ലേ. പക്ഷെ തണുപ്പുള്ളിടത്ത് ഇത് ഈർപ്പുള്ളിടത്തൂടെ നടക്കുന്നത്. ഇത് നല്ലൊരു വളവാ. ഇതൊരു ചെറിയൊരു മല ഇറങ്ങാ നമ്മള്. പിടിച്ചോ. ഇത് വണ്ടി ഇതിലെ ഓടിയെത്താൻ ഒത്തിരി സമയം എടുക്കും കേട്ടോ, ഈ കയറ്റവറൊക്കെ തന്നെ ആയതുകൊണ്ട്. ഇതിലങ്ങോട്ട് പോയാ. ഇത് കുണ്ടല്ലി എന്ന് പറഞ്ഞ ഗാവ. കുണ്ടല്ലി നമ്മൾ ഇന്നലെയൊക്കെ വന്ന സ്ഥലങ്ങൾ പോലല്ല, മൊത്തം മലനിരകളാ. അതിലെ അല്ല പോകണ്ടേ, മുകളിലോട്ടാ. അങ്ങോട്ടാ പോകണ്ടേ, അങ്ങോട്ടാ പോകണ്ടേ. ധർമ്മസ്ഥലയൊക്കെ പോകാൻ നമുക്ക് റൈറ്റിലേക്ക് തന്നെയാണ് പോകണ്ടേ. പിന്നെ ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്, അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ എല്ലാം ചെറിയ മൊട്ടക്കുന്നുകളാണ് മൊത്തം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 7 കിലോമീറ്റർ പോകണം വാട്ടർഫാളിലേക്ക്. മല്ലല്ലി വാട്ടർഫോൾസിലേക്ക് നമ്മൾ പോകുന്നത്. ഇതേ അവിടെയൊക്കെ കോടയുണ്ട്. ഇങ്ങോട്ടെല്ലാം മലനിരകളാണ്. അങ്ങോട്ടേക്ക് അവിടെ മൊത്തം മഞ്ഞ കേട്ടോ. നല്ലൊരു മല ഇറങ്ങിയാ നമ്മൾ താഴേക്ക് ചെല്ലുന്നത്. തിരിച്ച് ഈ മലയെല്ലാം കയറണമല്ലോ. എന്നാ പച്ചപ്പല്ലേ, നല്ല ഇടതൂർന്ന മരങ്ങള്. അതറിയത്തില്ല, ഞാൻ ആദ്യം വരിക. വേറെ വഴിയൊന്നും കണ്ടില്ലല്ലോ. ഇല്ലല്ലോ. ബസ് പ്രൈവറ്റ് ബസ്സാ, ചെറിയ ബസ്സാ കണ്ടോ. കട്ട് ചേസ് ബസ്സാ, നീളം കുറഞ്ഞ ബസ്സാ. ഇച്ചിരി വലത്തോട്ട് പിടിക്കണം. ഇവിടെ ജനവാസം കുറഞ്ഞ ഏരിയയാന്ന് തോന്നുന്നു. എന്നാ കുത്തിറക്കം വന്നു. ഈ ചൂണ്ടപ്പന ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ, കുറെ നേരമായിട്ട് കാണുന്നുണ്ട്. അത് ഇത് അടുത്ത ചെറിയൊരു ഗ്രാമമാണ്. പോസ്റ്റ് ഓഫീസ്. ഏത് പോസ്റ്റ് ഓഫീസാണ്? കുമാരഹള്ളി.
കുമാരഹള്ളി. ഇവിടെ ഈ വെയിലത്ത് മേളിൽ കൂടെ ഇതുണ്ട്, മേഘം പറക്കുന്നത്. മേഘമല്ല, കോടമഞ്ഞ്. അത് മേഘവാ. ആ കോടയാ അത്. കോട അവിടെ. അല്ലല്ല, ആഹാ. അത് മഞ്ഞ. അത് അവിടെ നിർത്തി അല്ലേ? അതെ. അത്ര താന്നാ പോകുന്നത്. അല്ല, മേഘം അത്ര താന്നല്ല, മേഘം ഹൈറ്റിലാ. കലയുടെ മുകളിൽ എല്ലാരും പോകുന്നത്. മല്ലല്ലി ഫാൾസ് 3 കിലോമീറ്റർ റൈറ്റിലേക്ക്. ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് ഇവിടെ. അവിടെ ഒരു കട കാണുന്നുണ്ട്, കഴിക്കാൻ വല്ലതും ഉണ്ടോന്ന് ചോദിക്കണം. ക്യാൻറ്റീൻ ആണ്ടേ ചോദിച്ചാലോ. അപ്പൊ അവിടെ ബൺസ് ഇല്ല, ബ്രെഡ് ഓംലെറ്റും നൂഡിൽസും ഉള്ളൂ. അതെ, ആ നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ ചെന്ന് പുട്ടുണ്ടാക്കാം. തിരിച്ചങ്ങോട്ട് നല്ല കയറ്റമല്ലേ? ആ അതെ, തള്ളി തള്ളി പോണ്ടേ? കാട്ട് നല്ല കുത്തിറക്കാം കേട്ടോ. ഇതുണ്ടോ എന്നെ ഇറക്കാം നോക്കി. ഇതൊക്കെ ഇനി കൊച്ചാ തിരിച്ചു ഓടിച്ചു കയറ്റണ്ടേ? ആ, അതൊന്നും ഞങ്ങക്ക് വിഷയമല്ല. ഇതിപ്പോ എണീറ്റ് വയ്ക്കുന്നവരുണ്ട്. ആ, അപ്പൊ നമ്മളിതേ ഫാൾസിനടുത്ത് എത്തി കേട്ടോ. ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്. ഇവിടെ 200 രൂപ പാർക്കിംഗ് ഫീസ്. മിനി ബസ്സിന് 200, വലിയ വണ്ടിക്ക് 250 രൂപ. ഇവിടെ ഒരു കടയുണ്ട്. ആ കട വല്ലതും ഉണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പുട്ട് വെച്ചേക്കാം. അടച്ചിട്ടേക്ക് വന്നു. അതെ, ഇപ്പൊ ഓഫ് സീസണാ, അതുകൊണ്ട് ആള് കുറവാ. വേണ്ട, മഞ്ഞ് കയറി വരുന്ന കണ്ടോ? അത് മേഘല്ല, അത് മഞ്ഞ. തിരിച്ചുപടി. ആ പോട്ടെ കുറച്ചുകൂടെ പോട്ടെ. ആ, അത് മതി. അതെ, അടുക്കള തുറന്നോ. ഇവിടെ ഒന്നുമില്ല, ഒന്നും കിട്ടുകയല്ല. കിട്ടും, നമുക്ക് പറ്റുന്ന ഒന്നുമില്ല. ആ, അതൊക്കെ ഉള്ളു. പിന്നെ വേറൊരു സ്പെഷ്യൽ, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു സാധനം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുളിയോഗ്ര എന്നാ പറഞ്ഞ ഒരു പരീക്ഷണം. എന്നാന്നൊന്ന് നോക്കാം. ഇവര് പറഞ്ഞ റൈസ് വന്നു. എന്നാ സാധനം? ഇതിന്റെ പേരെന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു കൊച്ചാട് കഴിക്കണം. എടാ, ഇത് എന്നായിരുന്നടാ? ഇതിനകത്ത് കടലയുണ്ട്, പിന്നെ വേറൊരു ടേസ്റ്റ്, ചെറിയൊരു പുളി. എന്തോ പേര്, റൈസാ? പേര് പുളിയോഗ്രാം. ചെറിയ പുളിയുണ്ട്. അതെ, പുളി വേണ്ട, അവർക്ക് കൊടുക്കത്. ഇതേ അച്ചാർ കഴിക്കുന്നവരുണ്ട്, അച്ചാറിൻ്റെ അത് ചോറിട്ട് കഴിക്കുന്നവരുണ്ട്. ആണോ? എന്നാ നിങ്ങൾ പറഞ്ഞേ? ഞങ്ങൾ വേറെ ബ്രെഡ് ഓംലേറ്റ് പറഞ്ഞു, അവളൊരു ചായ. ചൂട് പുട്ടും പഴവും. ഞങ്ങളെ വാട്ടർഫോൾസ് കാണാനായിട്ട് താഴോട്ട് വരുന്നില്ല. ഇച്ചിരി ഇറക്കമുണ്ട്, ശകലം കാലിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സ്റ്റെപ്പ് ഉണ്ട്, എന്നാലും പാടാ. കയറി വരുമ്പം പാടാ. ആണോ? കയറി വരാൻ ഏട്ടനല്ലേ അടുത്തോണ്ട് വരും. ഞാൻ അവിടെ നിന്നാലും മൈൻഡ് ചെയ്യില്ല. നീ വേണേ നടന്നു നിന്നെ കൊണ്ട് പറ്റും എന്നേ പറയുള്ളൂ. പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങൾ പോയിട്ടാ. ഞാനപ്പോ ചോറൊക്കെ വെച്ചു. ആ, ചോറും കറിയൊക്കെ വെച്ചു. അതെ, ഇവിടുന്ന് കുറച്ച് ദൂരം താഴേക്ക് ഇറങ്ങി പോണം. ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കിട്ട് വരുന്നുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ കാണാം. അതെ, അപ്പൊ അതെ, ഈ കാണുന്നതാണ് മല്ലല്ലി വാട്ടർഫാൾസ്. ഇവിടെ നോക്കിയാലേ കാണാം. ആ മലയെല്ലാം മഞ്ഞ് മൂടി. ആ, ഇവിടെയും ഓരോരുത്തർ വന്നിട്ടേ ഇതേ അതിൻ്റെ മുകളിലൊക്കെ അത് കയറി ഫോട്ടോ എടുക്കാനൊക്കെ വന്നിട്ട് കുടുങ്ങിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം അടച്ചു വെച്ചേക്കാം, അങ്ങോട്ടാരും പോകാതിരിക്കാൻ വേണ്ടി. വെള്ളമുണ്ട്, അതേ പാലൊഴുകുന്ന പോലെ. കുറേ സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്, പക്ഷെ സ്റ്റെപ്പ് ആയതുകൊണ്ട് എളുപ്പമുണ്ട് ഇറങ്ങാൻ. ഇതേ നല്ലപോലെ വെള്ളം വരുമ്പോൾ നമ്മുടെ ആതിരപ്പള്ളിയൊക്കെ പോലെ വരും. അത്രയും തന്നെ ഇല്ലേലും എന്നാലും കുഴപ്പമില്ല, നല്ല വാട്ടർഫാളാണ്. കുമാരപർവ്വതമാണ് കാണുന്നത്. കുമാരപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയായതുകൊണ്ട് കുമാരധാര എന്നാണ് അതിൻ്റെ പേര്. പശ്ചിമഘട്ട മലനിരകളാണ് കാണുന്നതെല്ലാം. എന്നാ പച്ചപ്പാന്ന് നോക്കിയേ. 1 കിലോമീറ്ററോളം താഴോട്ട് ഇറങ്ങണം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ. അതെല്ലാം നല്ല സ്റ്റെപ്പുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതെ, തിരിച്ചു കയറാനാ പാട്. എന്നാലും കുഴപ്പമില്ല, വലിയ കയറ്റമല്ലോ. വലിയ കയറ്റമില്ല, സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, സ്ലോപ്പായിട്ടല്ല. അപ്പോൾ അതേ നമ്മൾ കുറേ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി ഏകദേശം താഴെ എത്താറായി. ഇത് നമ്മളെ മുകളിൽ നിന്ന് കണ്ടതിനെക്കാട്ടിലും അടിപൊളിയാണ് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ. ഉണ്ടോ? എന്നാക്കിയാലും ക്ലൈമറ്റ് നല്ല വെയിലും ഉണ്ട്, നല്ല തെളിച്ചമുണ്ട്. അങ്ങോട്ടേ അതിന് ചോട്ടിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റിയല്ല, ഇവിടെ എല്ലാം വെയിലിട്ടേക്കാം. കഴിഞ്ഞ ദിവസം അവിടെ എങ്ങാണ്ട് 2 പിള്ളേർ വന്ന് കയറിയിട്ട് അവരെ ഫയർഫോഴ്സ് വന്ന് ഇറക്കുക എങ്ങാണ്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ് കാണുന്നത്. എറിച്ചിലടിക്കുന്നുണ്ട് ചെറുതായിട്ട്. കർണാടകയിലെ കുടക് ജില്ലയിലെ സോമാർപേട്ട് താലൂക്കില് വില്ലേജിന്റെ പേരെന്താ? ഇവിടുത്തെ വില്ലേജിന്റെ കുമാരനള്ളി വില്ലേജിലാണ് ഈ വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. വാട്ടർഫോൾസ് പേരെന്നാ? അത് കുറച്ച് പടം ഞാൻ എപ്പോഴും മറന്നു പോകുന്നു. മല്ലല്ലി വാട്ടർഫോൾസ്.
മടിക്കേരിയിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്ററും സോമാർപേട്ടിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററാണ് ഈ വാട്ടർഫോളിലേക്കുള്ള ദൂരം. അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയേക്കാം. പോവാം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ? അതെ, മല കയറാൻ തുടങ്ങിയേക്കാം. പതിയെ മല കയറി പോയേക്കാം. അല്ല, ഞാൻ കരുതിയതേ ആ പൊക്കത്ത് നിന്ന് മാത്രമേ കാണത്തുള്ളൂ, താഴോട്ട് ഇറങ്ങി വരാൻ പറ്റിയിരുന്ന. പക്ഷെ ഇറങ്ങി നല്ലായിരുന്നു, കൊള്ളാം, നല്ലതായിരുന്നു. രാവിലെ ഒരു വ്യായാമം. നല്ല വ്യൂ ആയിരുന്നു. നടന്നിട്ടും തീരുന്നില്ല, എത്തുന്നേ ഇല്ല. രാവിലെ നല്ല വേർത്ത് കുളിച്ചു. അതെ, സാരമില്ല, പോകുന്ന വഴിക്ക് ഇതുണ്ട്. ഏത്? തോട്. തോട്. ഇവിടെ കുളിക്കാനായിരുന്നു. ഇവിടെ ഇറങ്ങാൻ പറ്റില്ലല്ലോ, അവിടെ പോകുന്ന വഴിക്ക് കുളിച്ചേക്കാം. നല്ല തണുത്ത കാറ്റ്, വേർത്തിട്ട് ഈ കാറ്റടിക്കുമ്പോഴല്ലോ നല്ലൊരു സുഖം. എത്താറായി. ആ പാറ കണ്ട് ഇനി കുറച്ചുകൂടെ ഉള്ളൂ. അതെ, ആ പാറയായിരുന്നു എൻ്റെ അടയാളം. ഇവിടെ വന്നിരുന്നേ. ഞാൻ നേരത്തെ വന്നു, നിങ്ങൾ പതുക്കെ വരുമല്ലായിരുന്നു, അതുകൊണ്ട് ഇരുന്ന് 5 മിനിറ്റ്. ഇവിടെ കയറി വന്നപ്പോൾ നല്ല സുഖം, നല്ല കാറ്റ്. അങ്ങനെ നമ്മൾ തിരിച്ച് മുകളിലെത്തി. പക്ഷെ പറയുന്ന അത്ര പാടൊന്നും ഇല്ല, കുറച്ചു നേരം പതുക്കെ നടന്നാൽ മതി, ഇരുന്നും നിന്നും ഒക്കെ പതുക്കെ നടന്നാൽ മതി. 1700 മീറ്റർ ഉണ്ട്. അതെ. ഉച്ചയ്ക്ക് സ്പെഷ്യൽ ഒന്നുമില്ലടോ, ശകലം ബീൻസ് തോരൻ വെക്കാം, പിന്നെ ഇച്ചിരി ചെറുപയർ വെള്ളത്തിയിട്ടായിരുന്നു ഇന്നലെ രാത്രി, അത് വേണം നമുക്ക് ചാറും വെക്കാം. പോരെ? ഞാനോർത്ത് തൈര് ഇരിപ്പുണ്ട്, പുളിശ്ശേരി ആക്കണോ? മോര് മതി, പച്ചമോര് മതി അല്ലേ? നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ് ഇന്നലെ രാവിലെ പൊന്നിക്കുട്ടി അരിഞ്ഞു വെച്ചതായിരുന്നു. ബീൻസും സവോളയും എല്ലാം കൂടെ, മുളക് കൂടെ, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടെ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചിട്ട് ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് അരപ്പിടാം. അതായത് തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടി 2 ചുവന്നുള്ളി കൂടെ വെച്ചിട്ട് ഞാനേ അരച്ച് വെച്ചായിരുന്നു. അപ്പം ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് അരപ്പിടാം. അപ്പോൾ നമ്മുടെ ബീൻസ് എല്ലാം ശകലം വെന്തു, ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇനി തോരൻ വാങ്ങി ഇനി നമുക്ക് പയർ വെച്ചേക്കാം. വെറുതെ ഒന്നുമില്ലെന്നേ, ഇച്ചിരി കടുകും പൊട്ടിച്ച് ഇഞ്ചി ഉള്ളിയും ചതച്ചിടും. ഇഞ്ചിയല്ല, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചത് ഇടും, പിന്നെ പയറും ഇടും, ഇച്ചിരി മുളക് പൊടിയിലും. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ചതച്ച് ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. എരിവ് വേണോ? കുറച്ച് എരിവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നല്ല എരിവാക്കിയല്ലേ. എന്നാലല്ലേ കഞ്ഞി കുടിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി എരിവ് വേണ്ടേ? ഇന്ന് എരിവുള്ള കറികളൊന്നും ഇല്ലല്ലോ. പൊടി മൂത്തു, ഇനി നമുക്ക് വേവിച്ച് പയറിട്ട് കൊടുക്കാം. പോരെ? അതെ, ഇച്ചിരി നല്ലപോലെ ഒന്ന് തിളച്ച് എരിവൊക്കെ പിടിക്കട്ടെ. അപ്പം നമ്മുടെ പയറ് ചാറ് റെഡിയായി. അപ്പം ഈ ചട്ടിയിൽ വെച്ചാൽ ഓടുമ്പോൾ ചിലപ്പോൾ ഇവിടെ മൊത്തം പയർച്ചാറാവും. അതെ, അതിന് ഞാൻ കുക്കറിനകത്തോട്ട് ഇട്ടിട്ടെ അടച്ചു തന്നെ വെക്കാം. തോരനും അതുപോലെ ഒരു പാത്രത്തിനകത്തിട്ട് അടച്ചു വെച്ചു. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി അവർ വന്നാൽ മതി, കുറച്ചങ്ങ് ഒഴുകിയാൽ നമുക്ക് ചോറുണ്ണാം. നിങ്ങൾ കഞ്ഞിയൊക്കെ വെച്ചോ? ചോറ് വെച്ചു, പയറ് ചാറ് വെച്ചു, തോരനും വെച്ചു. മതി, ധാരാളം. കാര്യമായിട്ടാണല്ലോ ഇത്. ഇവിടെ കൂടുതലും ലോക്കൽ ടൂറിസ്റ്റുകളാണ് വരുന്നത്, കർണാടകക്കാരാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയേക്കാം. വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഇനി കുറേ മലകൾ കയറി പോകാൻ. അങ്ങോട്ട് ഒത്തിരി മല ഇറങ്ങിയാണ് നമ്മൾ വന്നത്. നമ്മൾ വന്ന കോൺക്രീറ്റ് റോഡ് ഇവിടെ വരേ ഉള്ളൂ, ഇവിടെ കൊണ്ട് തീരുക. കണ്ടത് കയറ്റം കണ്ടോ? നല്ല കുത്ത് കയറ്റോ. ഇത് ഏലത്തോട്ടം കേട്ടോ ഈ സൈഡിൽ നിൽക്കുന്നത്. ഏലം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷേ ഏലം അത്ര നമ്മുടെ ഇടുക്കിയിലെ അത്ര ഒരു ഇതില്ല, എന്നാലും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ആശാൻ ഓടിക്കാൻ കയറി. അതിനാ പ്രാക്ടീസാ. കയറ്റമൊക്കെ ഇറക്കിയല്ലോ, നീ കയറ്റം കയറുന്നത് എങ്ങനെയാന്നൂടെ കാണിച്ചു കൊടുക്കണം. ഇവിടുന്ന് 2 കിലോമീറ്റർ അങ്ങോട്ട് മുകളിലേക്ക് പോയാൽ റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. കുമാരധാര റിവറിൽ അല്ലെ, കുമാരധാര റിവറില്ലേ? അതെ, റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. പിന്നെ വേറെ കുറെ സംഭവങ്ങളുണ്ട്. ട്രെക്കിംഗ് ഉണ്ട്. ഈ മോളിൽ നിന്ന് റിവർ റാഫ്റ്റിംഗ് വെച്ച് ഈ ഇപ്പോഴോട്ട് വന്ന് താഴോട്ട് പോലെ അതിന് മുമ്പ് ഇറങ്ങാതിരിക്കും. അപ്പം നല്ലതായിരിക്കും അല്ലേ? പിന്നെ ഒരു ദിവസം വരാം. റിവർ റാഫ്റ്റിംഗ് ഒന്നും അത്ര താല്പര്യമുള്ള കേസല്ല. ആണോ? സീസണിലും ഉണ്ടാവുള്ളായിരിക്കും. ഇപ്പൊ ഇല്ല, വെള്ളം കുറവായിരിക്കും. ഇവിടെ എല്ലാം കുറെ വീടുകളുണ്ട്. കുമാരഹള്ളി പോസ്റ്റ് ഓഫീസാ, വെയിറ്റിംഗ് ഷെഡ്. ഞാൻ ഏലം നിൽക്കുന്നു. ഏലം പക്ഷെ ഇവിടെ ഏലം കുറച്ചേ ഉള്ളൂ, സൈഡിൽ കൂടെ ഒക്കെ ഉള്ളു. ഇതിനകത്ത് അങ്ങോട്ടാ കേട്ടോ, ആ മരം നിൽക്കുന്നതിനകത്ത് ഫുൾ ഏലോ. ഓറഞ്ച് ഉണ്ട്, എന്തെല്ലാം കൃഷികളുണ്ട്, ഇഷ്ടംപോലെ കൃഷികളുണ്ട്. നെല്ലുണ്ട്. അയ്യോ, കഞ്ഞിയെല്ലാം മറിച്ച് കളഞ്ഞു വീശി.
മിക്സിയും എല്ലാ സാധനവും അവിടെ നിലത്ത് തവി എല്ലാം പെറുക്കി വെച്ചു. വേറെ ആക്കിയാലും കഞ്ഞിയും കറിയും പോയില്ല. ഇവിടെ തോട്ടപ്പുഴ ഉണ്ട് ഇഷ്ടം പോലെ. അത് വലിയ തോട്ടപ്പുഴമാണ്. പക്ഷെ ഇവിടെ നല്ല വെയിലുണ്ടല്ലോ. വെയിലുണ്ടായാലും ഉണ്ട്. സൈഡിലേക്ക് പുല്ലത്തേക്ക് കയറിയാൽ പുഴുവാ. പൊന്നിന്റെ ചെരുപ്പലൊരെണ്ണം കയറി അന്നേരം കണ്ടു. അത് വലിയ ഒരെണ്ണം. നമ്മള് ഈ മല്ലല്ലി വാട്ടർഫോൾസിലേക്ക് ഏകദേശം 600 സ്റ്റെപ്പ് ഉണ്ട്. 600 സ്റ്റെപ്പ് ഇറങ്ങി വേണം വെള്ളച്ചാട്ടം കാണാൻ പോകാൻ. പിന്നെ തിരിച്ചു പറഞ്ഞാൽ 600 സ്റ്റെപ്പ് തിരിച്ചും കയറണം. തിരിച്ചു വരണമെങ്കിൽ അതെ, ആ 600 തിരിച്ചും കയറണം. അപ്പോൾ ഒരു 1200 സ്റ്റെപ്പ്. പക്ഷെ എന്നാണേലും നമ്മൾ ആ റോഡ് ബ്രിഡ്ജ് കാണാൻ പോയാൽ അത്ര ഇല്ല കേട്ടോ. അതുകൊണ്ട് ഒരു സൈഡ് തന്നെ 3500 സ്റ്റെപ്പായിരുന്നു. ആ പിന്നെ ഇറങ്ങിയിട്ട് കയറി ഇറങ്ങല്ലേ, താഴോട്ട് ഇറങ്ങിപ്പോയി അതേപോലെ തിരിച്ചും കയറി. അപ്പോൾ നമ്മൾ വീണ്ടും ആ വഴിയിൽ നിന്ന് നേരെ തിരിച്ച് മറ്റേ നമുക്ക് പോകേണ്ട വഴിയിലേക്ക് എത്തി. ഇവിടുന്ന് സകലേശ്പുര 51 കിലോമീറ്റർ, ധർമ്മസ്ഥല 97 കിലോമീറ്റർ ഉണ്ട്. ഇതൊരു മല ഇറങ്ങാം നമ്മള്. ഇതെല്ലാം കാപ്പിത്തോട്ടാ, പക്ഷെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാത്തതാന്ന് തോന്നുന്നു. കാട് പോലെ വനം പോലെ കിടക്കുന്നു. പ്ലാവ് ഉണ്ട് ഇഷ്ടം പോലെ. ചക്ക വേണോ? ഇവിടെ ഇഷ്ടം പോലെ പ്ലാവ് ഉണ്ട് കേട്ടോ. ആ പ്ലാവ് ഉണ്ട്. ഏലം നിൽക്കുന്നു. പക്ഷെ ഏലം നല്ലപോലെ ഉള്ള തോട്ടമൊന്നും കണ്ടില്ല. കുറെ ഹെയർപിൻ ബെൻഡുകളുണ്ട്. ഇറങ്ങുമല്ല ആ ഇറങ്ങാ. ഇനി അങ്ങോട്ട് വേറൊരു വലിയൊരു ചുരം ഇറങ്ങാനുണ്ട്. ഗാർഡ് സെഷൻ തുടങ്ങിയില്ലല്ലോ, അതിന് മുന്നേ വെള്ളം തരുമോ? മൊത്തം ഇപ്പൊ 3-4 ഹെയർപിൻ ബെൻഡ് കഴിഞ്ഞു. വഴി ചെറിയ വഴിയാ, വീതി കുറവാ. അയ്യോ പോട്ടെ. ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. പോട്ടെ, ഇറങ്ങി നോക്കണം. ചെറിയ വഴിയാന്ന് പറഞ്ഞു തീർന്നില്ല, അന്നേരം വണ്ടി വന്നു. പോവോ അതിലേ? തോന്നുന്നു. ആണോ? ഇട കുറവാന്ന് തോന്നുന്നു. അവിടെ ശകലം ഇറങ്ങിയ പോകണം തോന്നുന്നു. ആ പോട്ടെ. അവിടെ ശകലം അവിടെ മണ്ണ് വെള്ളം ഒഴുകി ഓടയായിട്ടിരിക്കുക. ആ കുഴപ്പമില്ല, പോയി. പോട്ടെ. ചുരം ഇറങ്ങാൻ നിർത്തിക്കോ. ചുരം വേണേ ഇറങ്ങാൻ നിർത്തിക്കോ. മിക്കവാറും വരയ്ക്കും. ആ അതെ. പോകാനുള്ള ഇടയുണ്ട്. പുള്ളിക്ക് ഇച്ചിരി പരിചയക്കുറവാ, അതാ. ആ സൈഡ് കുഴിയായതുകൊണ്ട് പേടിച്ചാണ് എടുക്കുന്നത്. അടുത്ത വണ്ടി വരുന്നതിന് മുമ്പ് പെട്ടെന്ന് എടുത്തോ. ആ മതി ഫുള്ളെടുത്തോ. റൈറ്റ് പിടിച്ചോ. ഒരിറക്കം ഇറങ്ങി വന്നു, അടുത്ത കയറ്റം കയറുക. ഇനി അടുത്ത പാത്രമൊന്നും അവിടുന്ന് ഇങ്ങോട്ട് പുതിയ വഴി. അതെ, കോൺക്രീറ്റ് ചെയ്ത റോഡാ, വീതിയുണ്ട്. അതെ, ആ മലയല്ല നമ്മൾ പോയത്. ആ മലയ്ക്ക് ഇപ്പറയാ പോയത് അല്ലേ. ഇവിടെ എല്ലാം കൂടുതലും കാപ്പിയാണ് കൃഷി ചെയ്തേക്കുന്നത്. ഇവിടെ എല്ലാം ഏലമുണ്ട്. പക്ഷെ ഏലം അത്ര ഇതല്ല. എന്നാൽ ഇവിടെയൊക്കെ ഒരുവിധം പണിയുന്നതാണ്. പക്ഷെ കായൊക്കെ വളരെ കുറവാണ്. വെളിയിലെ ചെവീടുണ്ട് ഇഷ്ടം പോലെ. എന്നാ ചെവീട് കാരണം സൗണ്ടാന്ന് വെളിയിൽ. ഇവിടുത്തെ വീടുകളെല്ലാം കണ്ടോ, നമ്മുടെ കേരള സ്റ്റൈൽ വീടുകളല്ലേ. അതെ, ഈ വീട്ടിലൊക്കെ നല്ല തണുപ്പായിരിക്കും അകത്ത്. അല്ല, ഇവിടെ അല്ലെങ്കിലും നല്ല തണുപ്പായി. നമ്മൾ ഇന്നലെ കിടന്ന സ്ഥലമൊക്കെ നല്ല തണുപ്പല്ലായിരുന്നോ? അതല്ല, ഈ വീടിനൊന്നും തിന്നയില്ല. ആ ഷെഡ് നീട്ടി ചിലപ്പം പിടിച്ചിട്ടുണ്ട്. നല്ല നീട്ടി ഷെഡ് പോലെ വണ്ടി കയറ്റിയിടാനുള്ളതും പിന്നെ അതിനകത്തിരിക്കാനൊക്കെ സൗകര്യം. ഇത് ഒരു ഏലത്തോട്ടാ. പക്ഷേ ഇവിടെ ഒന്നും നല്ലപോലെ നോക്കുന്നില്ലെന്ന് തോന്നുന്നു. അതോ ഇവിടെ ഏലത്തിന് പറ്റിയ കാലാവസ്ഥ അല്ലാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല. ഏലം അത്ര പോരാ. നമ്മൾ ഇടുക്കിയിലെ ഏലം കണ്ടിട്ട് ഇത് കാണുന്നതുകൊണ്ടും ആവാം. വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. പക്ഷെ വണ്ടികൾ ബസ്സൊന്നും കണ്ടില്ല. ബസ് വളരെ കുറവാന്ന് തോന്നുന്നു. ആൾക്കാരെ അധികം കാണുന്നില്ലോ. ജനവാസം കുറവാ. ഇവിടെ ഓറഞ്ച് നിപ്പുണ്ടായിരുന്നു. ഇവിടെ ഓറഞ്ച് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചില്ലേ. ഇന്നലെ രാത്രി വന്ന സ്ഥലത്തും കുറച്ചൊക്കെ ഓറഞ്ച് നിപ്പുണ്ടായിരുന്നു. ഇതല്ലേ ഓറഞ്ച് വയ്ക്കുന്നത്? ഇത് ഓറഞ്ച് ചെറിയ ഓറഞ്ചാ. ആ ഇരിപ്പുണ്ട് വണ്ടിക്കകത്ത്. അത് തീർന്നിട്ട് പോരെ. നമ്മളെ ഇപ്പോഴും കൊടകിന്റെ ഭാഗങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, കൊടക് റീജിയന്റെ. ഇനി അധികം ദൂരം ഇല്ല. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങും.
2-3 ദിവസമായിട്ട് കുടകിൽ കൂടെ തന്നെയാണ് നമ്മുടെ സഞ്ചാരം. എല്ലാം കളർഫുൾ വീടുകളാണ്. ജനവാസം ഇല്ലാത്ത എന്തേറെ സ്ഥലങ്ങളാണ് കിടക്കുന്നതെന്ന് നോക്കി. കേരളത്തിലാണ് ഒരു കുറച്ച് സ്ഥലം പോലും ഇല്ല മനുഷ്യവാസം ഇല്ലാത്ത. പിന്നെ കുറേ വനങ്ങൾ മാത്രമേ ഉള്ളൂ മനുഷ്യരില്ലാത്ത. നമ്മളിനിയിപ്പോൾ ഈ കുടകിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ദക്ഷിണ കന്നഡയിലേക്കാണ് കയറുന്നത്. ധർമ്മസ്ഥലയൊക്കെ ദക്ഷിണ കന്നഡ. ഇപ്പം നമ്മളിത് പട്ല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ ചെറിയൊരു ഗ്രാമം. ഇവിടെ അറിയാൻ റേഞ്ച് ഒന്നും ഇല്ല കേട്ടോ. റേഞ്ചില്ല, ഇവിടെ എങ്ങും നെറ്റ്വർക്ക് ഇല്ല കേട്ടോ. അന്തരീക്ഷം എന്നാ ക്ലിയർ ആണെന്ന് നോക്കി. സ്കൈ ഒക്കെ നല്ല ബ്ലൂ കളർ. നമുക്ക് ഇനി ഒരു ഘാട്ട് ഇറങ്ങി വേണം നമുക്കിനി പോകാൻ ഈ റൂട്ടിൽ. ബിസ്ലേ ഘാട്ട്. കുടക് ഗ്രാമങ്ങളിൽ കൂടെ നമ്മുടെ 3ാമത്തെ ദിവസത്തെ യാത്രയായിരുന്നു. ഇന്നുകൊണ്ട് നമ്മൾ കുടകിൽ നിന്ന് ഇറങ്ങാം. ഇവിടെ ഈ കൊടക് റീജിയൻ മിക്കവും കേരളത്തോട് സിമിലാരിറ്റി ഉള്ള സ്ഥലങ്ങളാണ് കൂടുതലും. കേരളമായിട്ട് നല്ല സാമ്യമുള്ള, മിക്കവാറും ഉള്ളവർക്കും മലയാളവും അറിയാം. നമുക്ക് വേറൊരു സ്റ്റേറ്റിൽ കൂടെ പോകുന്ന പോലെ തോന്നില്ല. തോന്നില്ല, കേരളത്തിൽ കൂടെ പോകുന്ന പോലെ തന്നെ തോന്നുന്നുള്ളൂ. അതെ, അതൊരു ക്ഷേത്രമാണ്. കുളത്തിലേക്ക് ഇറക്കിയ കുളത്തിനകത്ത് കേട്ടോ ആ ക്ഷേത്രം കേട്ടോ. പില്ലറെ പണിതേക്ക, പുതിയൊരു വഴി പണിതാ കോൺക്രീറ്റ് ചെയ്തേക്കുന്നത്. എന്നാ പറ്റി? ചിറ്റയ്ക്ക് ഒരു ആഗ്രഹം കുറച്ച് പുളി കഴിക്കണമെന്ന്. ഇപ്പോഴാ? അവിടെ ഒരു കൊടംപുളി വീണടപ്പുണ്ട്. അവിടെ കൊടംപുളി പറഞ്ഞുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോഴാ ഇത് പറയുന്നത്. പക്ഷെ സാധാരണ പുളി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നത് എപ്പോഴാന്നറിയാവോ? ഇനി പുളി കഴിക്കുന്നില്ല. ഇല്ലല്ലേ? ഇല്ലില്ല, 3 പിള്ളേരായി. ഇനിയില്ല. അതെ, എനിക്ക് ഞാൻ പറയാം, എനിക്ക് 1.5 വയസ്സ് തൊട്ട് വീട്ടിൽ പുളി കഴിക്കാൻ തുടങ്ങിയതാ. 18 വയസ്സിലായിരുന്നു അവസാനം താമയിൽ വന്ന് നിന്നത്. ഇനി വീട്ടിൽ പിള്ളേരില്ല. ഒരു നീണ്ട ഘോഷയാത്രയായിരുന്നു. പുളി എടുക്കാൻ പോയ ആളെ കാണുന്നില്ലോ. അവിടെ വഴി ഓടി നടന്ന് വെറുക്കുന്നുണ്ട്. ആണോ? ഇതിനകത്തൊരു സാധനം ഉണ്ട്, അത് തിന്നാൻ നല്ലതാ. ഒരെണ്ണം ചോദിച്ചപ്പം കൊച്ചൊരു കൊട്ട മീൻകറിക്കിടാന്ന് അർത്ഥമല്ല. കിട്ടിയില്ലേ അധികം? ഇതല്ലേ ഈ സാധനം തിന്നണം. ഇത് കടിച്ചു തിന്നല്ലേ, വിഴുകണമെന്നാ പറയുന്നത്. പല്ലേ കഥ വരുന്നത് ഒരെണ്ണെടുത്ത് തിന്ന് നോക്ക്. നല്ല ഇന്ന് കൊച്ച പല്ലേ കറ വരും, വിഴുക്. നല്ലല്ലേ? ടേസ്റ്റ് ഉണ്ടോ? ചെറിയൊരു പുളിയൊക്കെ. ഇനി ആ പല്ലും കൂടി കൊണ്ടുവന്ന് കാണിച്ച കറ ഉണ്ടോ നോക്കാം. കുഴപ്പമൊന്നുമില്ല, വിഴുങ്ങാൻ പറ്റുന്നില്ല. ഇതിപ്പോ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. അതെ, ആദ്യം പരീക്ഷണമായിട്ട് എനിക്കാ തന്നെ. പല്ലേലെങ്ങാനും കറ വരുന്നുണ്ടെ കൊച്ചാടെ വല്ല കറ നോട്ടെന്നാണ്. നമ്മളെ ബോംബെ ട്രിപ്പ് പോയപ്പോഴേ ആ സിർസിക്ക് പോകുന്ന റൂട്ടിൽ ഇഷ്ടം പോലെ പുളി ഉണ്ടായിരുന്നല്ലോ. അതും കുറച്ച് വനത്തിൽ കൂടെ പോയല്ലോ, അവിടെ ഇഷ്ടംപോലെ പുളി ഉണ്ടായിരുന്നു. ഇങ്ങനെ വീണ് കിടപ്പുണ്ടായിരുന്നു ഇഷ്ടംപോലെ ആ ഘാട്ടില്. അത് നല്ല പുളിയായിരുന്നു. ഇത് അലുത്തായിരുന്നു, കുറെ ചീത്തയായിരുന്നു, പക്ഷെ അത് നല്ല പുളി. ആ ഘാട്ട് കയറിയപ്പോ ഞാനത് ആലോചിച്ചായിരുന്നു. ഇവിടെയൊക്കെ നെൽകൃഷിയുണ്ട്. നമ്മളിവിടെ ടെറസ് ഫാമിംഗ് കണ്ടില്ല അല്ലേ? സ്റ്റെപ്പ് ഫാമിംഗ് ആയിട്ടൊന്നും കണ്ടില്ലല്ലോ. എല്ലാം ചെറിയ ചെറിയ ഗ്രാമങ്ങളാ. ആൾക്കാരും അധികമൊന്നുമില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. ഇതുപോലെ ഒരു ജംഗ്ഷനിൽ ഒരു 10-15 വീട് കാണും, അത്രേ ഉള്ളൂ. പിന്നെ കുറേ ദൂരം കാടോ അല്ല കാപ്പിത്തോട്ടോ ഒക്കെ ആയിരിക്കും. ഇവിടൊക്കെ ആനയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇപ്പൊ നമ്മളെ ബിസ്ലേ റിസർവ് ഫോറസ്റ്റിലൂടെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. പുഷ്പഗിരി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെയാണ് നമ്മൾ രാവിലെ തൊട്ടിങ്ങനെ ഇടയ്ക്ക് കയറി ഇറങ്ങി പോകുന്നത്. ഈ പുഷ്പഗിരി വൈൽഡ് ലൈഫ് റേഞ്ചിലാണ് നമ്മൾ നേരത്തെ കണ്ട കുമാരധാര നദി ഉത്ഭവിക്കുന്നത്. ഇത്രയും നേരം നെറ്റ്വർക്ക് ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ ഒരു ടവർ കാണുന്നുണ്ട്. അത് BSNL ആണെന്ന് തോന്നുന്നു. ഇപ്പൊ BSNL ഫുൾ റേഞ്ച് കാണിക്കുന്നു. BSNL കൂടുതൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ ഉള്ളത്. റേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് നമ്മള് ഫോറസ്റ്റിലേക്ക് കയറാൻ തുടങ്ങാം. സാധാരണ ഇത് 8 മണി കഴിഞ്ഞാൽ ഇതിലെ വണ്ടി വിടുകയില്ല കേട്ടോ. രാവിലെ പിന്നെ 6 മണിക്ക് ഗേറ്റ് തുറക്കുള്ളൂ. 6 തൊട്ട് വൈകുന്നേരം 8 തൊട്ട് രാവിലെ 6 വരെ ഇതിലെ വാഹനങ്ങൾ കടത്തി വിടുകയില്ല. നോ എൻട്രി സമയം. ഇത് ബിസ്ലേ എന്ന് പറഞ്ഞ സ്ഥലമാണ്. സക്ലേഷ്പുര താലൂക്ക്, ഹസൻ ഡിസ്ട്രിക്റ്റ് ആട്ടോ. ഇപ്പൊ വനത്തില് പുകവലി, മദ്യപാനം, പിന്നെ തീയ്, പിന്നെന്താ ഗണ്ണ് ഷൂട്ടിങ്, മരം വെട്ടുന്നത്, ഹോണടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ബിസ്ലേ വ്യൂ പോയിന്റ്. അപ്പൊ ഇവിടെ എങ്ങാനും വണ്ടി ഇടണം. ഒത്തിരി അങ്ങോട്ട് പോയി ഇടാൻ പറ്റില്ല. അങ്ങോട്ട് ഒതുക്കാൻ വേണ്ടി എടുത്തായിരുന്നു. അന്നേരം അവിടെ വേറൊരു കാറ് കൊണ്ടിട്ടു. അവിടെ മുന്നോട്ട് മാറ്റി ഒതുക്കോ, അവിടെ തണലുണ്ട്. അല്ല, അതിന് കുറെ സ്ഥലമുണ്ട്. എങ്ങോട്ടാന്ന് വായിച്ചേ മുത്തേ?
അതൊന്നും എനിക്കറിയത്തില്ല. കന്നഡ മാത്രമേ ഉള്ളൂ. ബിസ്ലെ വ്യൂ പോയിന്റ്. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിസ്ലെ ഘാട്ടിന്റെ വ്യൂ കാണാൻ തോന്നും. അതായിരിക്കും ബിസ്ലെ വ്യൂ പോയിന്റ്. നാട്ടിൽ തന്നെയല്ലേ, അപ്പുറത്തെ സൈഡ് മലകളല്ലേ, അതുകൊണ്ട് നല്ല വ്യൂ. ഇവിടുന്ന് ഒരു 100 മീറ്ററേ ഉള്ളൂ. ഒരാൾക്ക് 20 രൂപ ടിക്കറ്റ് ചാർജ്. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് നല്ല തണല്, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്. ശകലമേ ഉള്ളൂ കേട്ടോ, 100 മീറ്റർ തന്നെ ഉണ്ടെന്ന്. 100 മീറ്റർ കാണും, അത്രേ ഉള്ളൂ. ഇതാണ് വ്യൂ പോയിന്റ്. പശ്ചിമഘട്ട മലനിരകൾ. ഇത് മരങ്ങളൊക്കെ ഒത്തിരി പൊക്കം കുറഞ്ഞ മരങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ പറഞ്ഞേ തിരിച്ചെടുത്തേക്കുന്നു കേട്ടോ. പൊക്കം കുറഞ്ഞ മരങ്ങളാന്ന് പറഞ്ഞാലേ ഇവിടുന്ന് നോക്കിയിട്ടാ, നോക്കി മരങ്ങൾ ഇഷ്ടം പോലെ മരങ്ങളാണ് മൊത്തം. എന്നാ കുഴിയാ താഴേക്കുന്നുണ്ട്. ഇത് ആ ഒഴുകി വരുന്നതാണ് നമ്മളിപ്പം കണ്ട വെള്ളച്ചാട്ടം ഇല്ലേ, കുമാരധാര. അതിൻ്റെ ആ നദിയാണ്, കുമാരധാര നദിയാണ് ഒഴുകി വരുന്നത്. എന്നാ കളറാന്ന് നോക്കി, നല്ല ഇത്ര മുകളിൽ നിന്ന് ഇത് കാണാന്ന് പറഞ്ഞാൽ ഇതൊരു അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ. ഇത് കാണാതെ പോയിരുന്നെങ്കിൽ വൻ നഷ്ടമായേനെ. 2 പേര് കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ചിരിക്കുക. ഒരാൾ പോകുന്നതാ ചുറ്റ് ഹൈറ്റ് കണ്ട് മേടിച്ചു വന്നിരുന്നാണോ എനിക്ക് തോന്നിയായിരിപ്പണ്ടപ്പം. ഇവിടെ ഏറ്റവും മുകളിൽ നിന്ന് വേണം കാണാം. അതിനടിയിലൊരു സ്റ്റെപ്പുണ്ട്, അതിനിപ്പറേ വേറെ ഉണ്ട്. 3 പോയിന്റുകളുണ്ട്. കാലൊക്കെ നോക്കിയിട്ട് കയറിക്കോ. അതോ ഞാനൊന്ന് ചെക്ക് ചെയ്തേ, എന്തോ ചെരുപ്പിൻ്റെ അകത്തുള്ള പോലെ തോന്നി. നല്ല പരിചയമുണ്ടല്ലോ. പൊന്നുവിൻ്റെ ചെരുപ്പാ. ഈ വനത്തിൽ കൂടെ രാത്രിയിൽ 8:30 തൊട്ട് രാവിലെ 6 മണി വരെയുള്ള സമയത്ത് വണ്ടികൾ കടത്തി വിടില്ല. ഞാൻ നേരത്തെ 8 മണിന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ ഇവിടെ അന്വേഷിച്ചപ്പോൾ 8:30 എന്നാണ് പറഞ്ഞത്. 8:30 വരെ പോവാം. രാത്രി വന്ന മൃഗങ്ങളെ കാണാതിരിക്കും, ഉറപ്പായിട്ടും കാണാം. ആനയൊക്കെ ഇഷ്ടം പോലെ കാണുമെന്ന് പറഞ്ഞത്. രാത്രി വരെ 8:30 വരെ കയറ്റി വിടുവല്ലോ. അത് കഴിഞ്ഞ് ഏറ്റവും വിടുകയില്ല. അവിടെയും കയറ്റി അടയ്ക്കും, ഇവിടെ കയറുന്നിടത്ത് ഇറങ്ങുന്നിടത്തും അടയ്ക്കും. ഇവിടെ താഴേക്ക് നല്ല കുഴിയാ, അതേപോലെ തന്നെ തൂക്ക് മലയാ മുകളിലേക്ക്. ബിസ്ലെ റിസർവ് ഫോറസ്റ്റിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മള് ബിസ്ലെ ഘാട്ടാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘാട്ടിറങ്ങി താഴെ ചെല്ലും. ഈ ബിസ്ലെ വ്യൂ പോയിന്റ് നിന്ന് നമുക്ക് 3 ഡിസ്ട്രിക്റ്റിലുള്ള മലനിരകൾ കാണാൻ പറ്റും. ദക്ഷിണ കന്നഡ, കൊടക്, ഹസൻ, ഈ 3 ഡിസ്ട്രിക്റ്റിലെ മലനിരകളാണ് ഇവിടെ നിന്ന് കാണുന്നത്. ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്റ്റിലുള്ളതാണ് കുമാരപർവ്വത. പുഷ്പഗിരിയും ദോഡാബേട്ടയും കൊടക് ഡിസ്ട്രിക്റ്റിലെ റേഞ്ചസ് ആണ്. പിന്നെ പട്ടാബേട്ടയും ഇന്നിക്കല്ല്, അത് രണ്ടും ഹസൻ ഡിസ്ട്രിക്റ്റിലെ മലനിരകളാണ്. ചെറിയൊരു കാട്ടരുവി. നമ്മൾ ഈ ചുരം ഇറങ്ങി താഴെ ചെല്ലുമ്പോഴത്തേക്കും ചൂടാവും. ഇപ്പൊ തന്നെ ചൂടായി. ഇപ്പൊ തന്നെ ചൂടായി, തണുപ്പൊക്കെ പോയി. വളച്ച് തിരിച്ച് എൻജോയ് ചെയ്യാണോ? അതെ, കുറെ നേരമായി. കുറെ ഹെയർ പിൻ ബെൻഡുകളുണ്ട്. നീ ഇതേ അടുത്ത തൊട്ടപ്പുറം തന്നെ ഉണ്ട്. ഇനിയുണ്ട് ഇതേ അടുത്ത്. പണ്ടേ വളക്കാൻ മിടുക്കനാ. പണ്ടേ വളയ്ക്കാൻ എടുക്കണ കൊച്ചാ. പണ്ട് ചിറ്റനെ കല്യാണം ആലോചിച്ച് കഴിഞ്ഞിട്ട് രാത്രി ഒരുപോലെ കണ്ണടക്കായിരുന്നു, ഫോൺ വിളിക്കായിരുന്നു. ഞാനോർത്ത് വണ്ടി ഓടിക്കാറില്ല, ഫോൺ വിളിക്കായിരുന്നു. വളയ്ക്കുന്ന കാര്യല്ലേ നമ്മള് പറഞ്ഞിട്ട്. ഇപ്പഴാ ഫോൺ ചെയ്ത എന്താ എന്തായാലും പറഞ്ഞു തീരുന്നതിനിപ്പറേ പണ്ടൊക്കെ നീ പറ, ഇപ്പം എന്താ വലിയൊരു ഉടുമ്പായിരുന്നു. അത് ഓടിക്കറിപ്പ് ഇത്ര സ്പീഡിൽ ഓടുമ്പോ ഓടുമായിരുന്നു അല്ലേ? ഇത് സാധാരണ ഞാൻ ഇങ്ങനെ പതുക്കെ നടന്നു വന്ന് കണ്ടിട്ടുണ്ട്. നല്ല സ്പീഡിൽ പോയി, വലുതായിരുന്നു കേട്ടോ. അതെ, ഇതൊരു റെയിൻ ഫോറസ്റ്റാ, നല്ല മഴയുള്ള ഒരു വന. മഴക്കാടാണല്ലേ? മഴ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലേ പറഞ്ഞേ. അല്ലെങ്കിലും നമ്മൾ സൈഡിലോട്ട് ശ്രദ്ധിച്ചാലും അറിയാം, അങ്ങനെ ഉണങ്ങിയൊന്നും അല്ലല്ലോ കിടക്കുന്നത്. മണ്ണിനൊക്കെ ഒരു നനവുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ മഴ പെയ്തിട്ടുണ്ടാവും. ചുരം ഇറങ്ങി തീർന്നിട്ടില്ല, പകുതിയായ വെള്ളം തോന്നും. നല്ലൊരു ചുരമാണ്, കുറേ ഹെയർ പിൻ ബെൻഡുകളുണ്ട്. ഇതിപ്പം എസ് പോലത്തെ വളവാ. ഇപ്പൊ ഒരു വളവെങ്കിൽ തിരിഞ്ഞു, അടുത്ത എസ് വളവാ. എസിന്റെ സൈൻ ചിലപ്പം പോട്ടെ. വീതി കുറവാ. വീതി എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, റിവേഴ്സ് എടുക്കേണ്ടി വരും പോലെ. അവിടെ ഒരു വണ്ടി നിൽപ്പുണ്ടല്ലേ, കാറൊരെണ്ണം ഉണ്ട്. കുറെ നമുക്ക് ഇത്ര നീളം ഉള്ളതുകൊണ്ടേ പോട്ടെ. ഈ സൈഡ് കുഴപ്പമില്ല. ആന്ധ്ര വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അല്ലല്ല, ഇത് ആന്ധ്ര വണ്ടിയാ. ഇപ്പൊ കയറിപ്പോയ ആന്ധ്ര വണ്ടിയാ. ആന്ധ്ര വണ്ടിയും കർണാടക വണ്ടിയും ഏറ്റവും കൂടുതലുള്ള. ഈ ഒഴുകുന്ന നമ്മൾ രാവിലെ കണ്ട കുമാരധാര നദിയാണ്.
പാലത്തിലെല്ലാം വണ്ടികളായിരുന്നു, എല്ലാവരും ഫോട്ടോഷൂട്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മാറി. കണ്ടോ ഇവിടെ ആന ഇഷ്ടം പോലെയുള്ള ഏരിയ. ഇവിടെ ഇതേ കുറേ പേരുണ്ട്. ഏറ്റവും നിൽക്കുന്നുണ്ടോ? ആർക്കും വിശക്കുന്നൊന്നുമില്ലേ? നല്ല വിശപ്പുണ്ടേ. ഡ്രൈവർ വണ്ടി നിർത്താൻ മേലായിരുന്നു എവിടെയെങ്കിലും വീതിയുള്ളിടത്ത്. വീതിയില്ല, അതാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്യും, ഞങ്ങള് ചോറൊക്കെ എടുത്ത് ഇവിടെ ഇരുന്ന് കഴിക്കാം. കൊച്ചേക്ക് വാരിത്തരാം. നിങ്ങൾ കഴിച്ചോ? താഴെ എത്തിയോ നമ്മൾ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നേ. ഞാൻ വിചാരിച്ചു തീർന്നു വനം. തീർന്നെന്ന് തോന്നുന്നില്ല. ഇത് ഒരു ക്ഷേത്രമാണ്. ഇവിടെ എവിടെയെങ്കിലും ഒതുക്കാൻ കേട്ടോ. ഇവിടെ ഒരു ഗേറ്റ് പറയലുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും ചിലപ്പം ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ്. എന്നാ പിന്നെ ചോറെടുത്തോ. ചോറെടുക്കോ? ക്യൂ ആയിട്ട് നിൽക്കുന്നോ? ഇന്നത്തെ സ്പെഷ്യല് ബീൻസ് തോരൻ, നല്ല കുത്തരി ചോറ്, പയറ് ചാറ്, കണ്ണിമാങ്ങാച്ചാറ്. ഇത് കൂടുതൽ എന്ത് വേണം? ആ പപ്പടം കൂടെ ഉണ്ടായി നല്ലതായിരുന്നു. സൗകര്യം കൂടി പോയല്ലേ? അല്ല, പപ്പടം മേടിക്കാൻ മറന്നുപോയി. എല്ലാ ട്രിപ്പിലും മേടിക്കുന്ന പെട്ടെന്നുള്ളൊരു തീരുമാനമായതുകൊണ്ട് മറന്നുപോയി. ഊണൊക്കെ കഴിഞ്ഞ് അടുക്കള അടച്ചു. അതെ, പാത്രം എല്ലാം കഴുകി വെച്ചു, എല്ലാം പെറുക്കി വെച്ചു. ഇനിയിപ്പോ എങ്ങോട്ടാ? ഇനിയിപ്പോ നമുക്ക് നേരെ ധർമ്മസ്ഥല റൂട്ടിലങ്ങ് പോവാം. അപ്പം മുന്നോട്ടുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.